നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മീസിൽസ് കണ്ടെയ്നിങ് വാക്സിനെ പറ്റിയാണ്. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മീസിൽസ് വാക്സിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എഡ്മൺസ്റ്റൺ സാഗ്രബ് സ്ട്രെയിൻ. ഈ എഡ്മൺസ്റ്റൺ സാഗ്രബ് സ്ട്രെയിൻ. ഈ സ്ട്രെയിനിൽ നിന്നാണ് മീസിൽസ് വാക്സിൻ ഉണ്ടാക്കുന്നത്. ഇതൊരു മോണോവയലൻറ്റ് വാക്സിനാണ്. അപ്പോൾ ഈ മീസിൽസ് വാക്സിൻ ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് റുബെല്ല, MMR and MMRV, മീസിൽസ്, മംസ്, റുബെല്ല ആൻഡ് വാരിസെല്ല. പിന്നെ ഈ മീസിൽസ് വാക്സിൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബോത്ത് സെൽ മീഡിയേറ്റഡ് ആൻഡ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് ഇത് ഇവർക്ക് ചെയ്യുന്നത്. അപ്പം സെൽ മീഡിയേറ്റഡ് പ്ലസ് ഹ്യൂമറൽ റെസ്പോൺസസ് ഇത് ഉണ്ടാക്കും. അപ്പം 6 to 9 months ഒക്കെ ആകുമ്പോഴാണല്ലോ ഈ മെറ്റേണൽ ആൻറ്റിബോഡീസ് വീൻ ഓഫ് ചെയ്ത് തുടങ്ങുന്നത്. ആ സമയത്ത് വേണം നമ്മൾ ഈ വാക്സിൻ കൊടുക്കാനായിട്ട്. അപ്പം ഈ മെറ്റേണൽ ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ ഈ വാക്സിന് ഇത് ന്യൂട്രലൈസ് ചെയ്യും. സോ നമ്മൾ ആ ഒരു ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാക്സിൻ വർക്കാവില്ല. സോ നമ്മൾ 9 monthsലാണ് ഇത് കൊടുക്കുന്നത്. 9 months കൊടുക്കുമ്പം ഒന്നെങ്കിൽ ഏർലി പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പം അപ്പോഴും മെറ്റേണൽ ആൻറ്റിബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് പറ്റും, വാക്സിൻ ഫെയിലിയർ ഉണ്ടാവും. അതുപോലെ 15% വാക്സിൻ ഫെയിലിയർ ഉണ്ടാവാം. അപ്പം അങ്ങനെ ഒരു വാക്സിൻ ഫെയിലിയർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഡോസ് 15 months കൊടുക്കുന്നത്. പിന്നെ ഒരു ഡോസ് എന്ന് പറയുന്നത് 1000 ഇൻഫെക്റ്റീവ് യൂണിറ്റ്സ് ഓഫ് ലൈവ് അറ്റനുവേറ്റഡ് വൈറസ് ആണ് ഉള്ളത്. പിന്നെ ഒരു ഔട്ട് ബ്രേക്ക് വരുവാണ്, മീസിൽസിൻ്റെ ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം 6 വയസ്സിനോടടുത്തു പക്ഷേ 6 വയസ്സായിട്ടില്ല അങ്ങനെയുള്ളൊരു കൊച്ചാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡോസ് വാക്സിൻ കൊടുക്കാം. പിന്നെ 12 to 15 months ആകുമ്പോഴത്തേക്കിനും സെക്കൻഡ് ഡോസ് വാക്സിൻ കൊടുക്കാം. ഇനി ഫെബ്രുവരി 2007 ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് മീസിൽസ് റുബെല്ല പ്രോഗ്രാം. അതായത് 9 months to 15 years എല്ലാ കുട്ടികൾക്കും ഒരു ഡോസ് ഓഫ് വാക്സിൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ മീസിൽസ് റുബെല്ല പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ പോസ്റ്റ് എക്സ്പോഷ്യർ പ്രൊഫൈലാക്സിസ് എങ്ങനെയാണ്? ഇപ്പം ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് ആണ്, HIV അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ കോൺടാക്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 6 to 12 month old ഇൻഫൻസ് ആണെങ്കിൽ എക്സ്പോഷർ വന്നതിന് ശേഷം നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാം വിത്തിൻ 6 days ഓഫ് എക്സ്പോഷർ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എപ്പോഴാണ് കൊടുക്കുന്നത്? ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് കോൺടാക്ട്സ് അല്ലെങ്കിൽ 6 to 12 month old ഇൻഫൻസിൽ വിത്തിൻ 6 days ഓഫ് എക്സ്പോഷർ കൊടുക്കണം. ഇനി ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കോൺടാക്ട്സ് ആണ്, ദേ ആർ ഓൾഡർ ദെൻ 12 months ബട്ട് ദേ ആർ അൺഇമ്മ്യൂണൈസ്ഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീസിൽസ് അല്ലെങ്കിൽ MMR വാക്സിൻ കൊടുക്കാം വിത്തിൻ 72 hours ഓഫ് എക്സ്പോഷർ. ഇതാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ MMR വാക്സിനാണ് കൊടുക്കുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ ചൈൽഡ്ഹുഡ് മംസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സബ് ക്ലിനിക്കൽ അല്ലെങ്കിൽ ബിനൈൻ പറോട്ടൈറ്റിസ് ആണ്. പക്ഷേ ഇത് തന്നെ അഡൽസിലല്ലേ അഡോളസൻസിന് വരുമ്പോഴത്തേക്കിനും മെനിഞ്ചൈറ്റിസ്, സൂഫറൈറ്റിസ് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ MMR വാക്സിൻ കൊടുക്കുന്നത്. അതുപോലെ ഈ റുബെല്ല എന്ന് പറയുന്നതും ഒരു ബിനൈൻ ഇൽനെസ്സാണ്. ഒരു റാഷൻ, ട്രാൻസിയൻ്റ് ആർത്രൈറ്റിസും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രം എന്നുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ റുബെല്ലയുടെ വാക്സിൻ കൊടുക്കുന്നത്. ബിക്കോസ് കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രം ക്യാൻ കോസ് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, ഹാർട്ട് ഡിസീസ്, ഹിയറിംഗ് ഡിഫക്ട്സ്, മൈക്രോകെഫാലി ആൻഡ് ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലി. അതുപോലെ തന്നെ MMR ആണ് മീസിൽസ് വാക്സിൻ കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത്. ഇതിൻ്റെ റുബെല്ല കമ്പോണൻറ്റ് എന്ന് പറയുന്നത് RA27/3 സ്ട്രെയിനും മംസ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ലൈവ് അറ്റനുവേറ്റഡ് ജെറൈൽ ലിൻ സ്റ്റെയിനുമാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ഹ്യൂമൻ ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ചിക്ക് എംബ്രിയോ സെൽ കൾച്ചറിനകത്തിട്ട് കൾച്ചർ ചെയ്തിട്ട് ആണ് ഈ വാക്സിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഒരു ഡോസിനകത്ത് മീസിൽസിൻ്റെ 1000 യൂണിറ്റ്സ്, മംസിൻ്റെ 5000 യൂണിറ്റ്സ് ആൻഡ് റുബെല്ലയുടെ 1000 യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 0.5 ml ആണ്. സബ്ക്യൂട്ടേനിയസ്ലി ആണ് കൊടുക്കുന്നത് ഓൺ ദി റൈറ്റ് അപ്പർ ആം ഓർ ആൻട്രോലാറ്ററൽ തൈ. റൈറ്റ് എന്ന് പറയുന്നത് മറ്റേ റുബെല്ലയുടെ റൈറ്റ് വെച്ച് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ വെച്ച് 9 to 12 months, അത് കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് 15 to 24 months കൊടുക്കണം.
IAP വെച്ചാണെങ്കിൽ 9 to 12 മന്ത്സും 15 to 18 മന്ത്സ് സെക്കൻഡ് ഡോസ് കൊടുത്തിട്ട് 4 to 6 ഇയേഴ്സിൽ ഒരു തേർഡ് ഡോസും കൂടെ കൊടുക്കണം ഫോർ അനാംനെസ്റ്റിക് റെസ്പോൺസ്. അതുപോലെ ഈ ലെസ് ദാൻ 2 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് നമ്മൾ MMRV കൊടുക്കരുത്. ക്യാച്ചപ്പ് ഇപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 4 വീക്സ് ഗ്യാപ്പിൽ നമുക്ക് ക്യാച്ചപ്പ് കൊടുക്കാം. അങ്ങനെ ആ സ്കെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഗ്രേറ്റർ ദാൻ 2 ഇയേഴ്സിലാണെങ്കിൽ എഗെയിൻ വി ആർ സേയിങ് MMRV കൊടുക്കരുത്. കൊടുക്കരുതെന്നല്ല, നമുക്ക് ഗ്രേറ്റർ ദാൻ 2 ഇയേഴ്സ് ആണെങ്കിൽ MMRV വേണം കൊടുക്കാൻ. ലെസ് ദാൻ 2 ഇയേഴ്സിൽ MMRV കൊടുക്കരുത്. ഗ്രേറ്റർ ദാൻ 2 ഇയേഴ്സ് ആണെങ്കിൽ MMRV വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് പറയുമ്പം ലോക്കൽ പെയിൻ ഉണ്ടാവാം, ടെൻഡർനെസ് ഉണ്ടാവാം, വിച്ച് എല്ലാ വാക്സിൻ്റെയും കൂടെ ഉണ്ടാവുന്നതാണ്. ബട്ട് ഫെബ്രൈൽ സീഷർ ഉണ്ടാവാം. അപ്പോൾ ഫെബ്രൈൽ സീഷറായിട്ട് കൊച്ചു വരുവാണെങ്കിൽ വി ഹാവ് ടു ആസ്ക് അബൌട്ട് ദി വാക്സിനേഷൻ സ്റ്റാറ്റസ്. പിന്നെ MMRV ലെസ് ദാൻ 2 ഇയേഴ്സ് കൊടുക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫെബ്രൈൽ സീഷേഴ്സ് ഉണ്ടാവാം. അതുപോലെ മീസിൽസ് വാക്സിന് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഫീവർ ഉണ്ടാവാം, പിന്നെ ഒരു ട്രാൻസിയൻ മാക്കുലാർ റാഷ് ഉണ്ടാവാം. അത് ആഫ്റ്റർ 7 to 12 ഡേയ്സാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ അടുത്തൊരു മാക്കുലാർ റാഷുമായിട്ടൊരു കുട്ടി വരുവാണെങ്കിൽ വി ഹാവ് ടു ആസ്ക് അബൌട്ട് ദ വാക്സിനേഷൻ സ്റ്റാറ്റസ്. മീസിൽസ് വാക്സിൻ എടുത്തു കഴിഞ്ഞ് 7 to 12 ഡേയ്സ് കഴിഞ്ഞായിരിക്കും ഈ ഒരു റാഷ് വരുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസിയൻറ്റ്. പിന്നെ MMR വാക്സിൻ ആണെങ്കിൽ ട്രാൻസിയൻറ്റ് റാഷ് ഉണ്ടാവാം, ആർത്രൾജി ഉണ്ടാവാം, അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസും ലിംഫെഡിനോപ്പത്തിയും ഉണ്ടാവാം. ആർത്രൾജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റുബെല്ലയുടെ കമ്പോണൻ്റാണ്. പിന്നെ അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസും ലിംഫെഡിനോപ്പത്തിയും ഒക്കെ ഉണ്ടാവും. ലിംഫെഡിനോപ്പതിയൊക്കെ റുബെല്ലയൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പം ഇമ്മ്യൂണോ സപ്രഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നമ്മളിത് കൊടുക്കാൻ പാടില്ല. പിന്നെ റീസെൻറ്റ് ഇൻഫ്യൂഷൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കണ്ടെയ്നിങ് ബ്ലഡ് പ്രോഡക്ട്സ്, ഇത് സെൽ മീഡിയേറ്റഡ് പ്ലസ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ കണ്ടെയ്നിങ് ബ്ലഡ് പ്രോഡക്ട്സിൻ്റെ ഇൻഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പാടില്ല. പിന്നെ മാലിഗ്നൻസിയിലും പ്രഗ്നൻസിയിലും ഇത് കൊടുക്കാൻ പാടില്ല. സ്റ്റോറേജ് 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇത് സെൻസിറ്റീവ് ടു ഹീറ്റ് ആൻഡ് ലൈറ്റ് ആണ്, ലൈറ്റ് സെൻസിറ്റീവ് ആണ്. സോ ഡാർക്ക് കളർ ബോട്ടിൽസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ 4 to 6 hours ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ, വിത്തിൻ 4 to 6 hours ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിത് യൂസ് ചെയ്യണം. ഈ 4 hours യൂസ് ചെയ്യണം എന്നുള്ളത് UPSC 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഇങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കൽ സെപ്സിസ് അല്ലെങ്കിൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രീസിൽ നടന്നൊരു സംഭവമാണ് 1970s അവർ ലെസ് ദാൻ 80% ആയിരുന്നു അവരുടെ ഇമ്മ്യൂണൈസേഷൻ കവറേജ്. അപ്പോൾ ഒരു എപ്പിഡമിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിട്ട് 1990 ആയപ്പോഴത്തേക്കിനും അഡൽട്ട്ഹുഡിൽ ഈ മീസിൽസ് മംസ് റുബെല്ലയുടെ കേസസ് കൂടി. അതുപോലെ കഞ്ചനൈറ്റൽ റുബെല്ല സിൻഡ്രോം ഉണ്ടാവുന്ന കണ്ടീഷനും കൂടി. സോ അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ 80% ഇമ്മ്യൂണൈസേഷൻ കവറേജ് ഈ വാക്സിൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത്രയൊക്കെയാണ് MMR വാക്സിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.